കട്ടുമുടിച്ച് ഭരണത്തിന്റെ ഹുങ്കിൽ അധികാരം പങ്കുവച്ച് ഈ അധികാരത്തിലിരിക്കുന്ന കാലത്ത് മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് നമ്മുടെ പൊതു ഖജനാവിനെ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികളാണ് കേരളത്തിലും കേന്ദ്രത്തിലും ഇന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും വലത് ഇടത് മുന്നണികൾ ഒരുതരം അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോഴുള്ളത്. 5 വർഷം ഞങ്ങൾക്ക്, 5 വർഷം നിങ്ങൾക്ക്. അപ്പൊ 5 വർഷം ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് 5 വർഷം ഒരു കൂട്ടര് ഭരിക്കുമ്പോ മറ്റേ കൂട്ടര് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെറിയ ചെറിയ സമരങ്ങളൊക്കെ നടത്തും എന്നതിനപ്പുറം ആത്മാർത്ഥമായി ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ തയ്യാറല്ല. കാരണം അടുത്ത 5 വർഷം ഞങ്ങൾ ഭരിക്കുമ്പോ ഇവരിൽ നിന്ന് ശല്യമുണ്ടാകാതിരിക്കണമെങ്കിൽ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് 2 കൂട്ടരും കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെല്ലാം ഉദാഹരണങ്ങളാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, 2-3 ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഞങ്ങൾ ഈ പരാമർശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളോട്, പ്രവർത്തകന്മാരോട്, സ്ഥാനാർത്ഥികളോട് നിങ്ങളൊന്ന് ചോദിക്കാൻ തയ്യാറാകണം. ഇക്കഴിഞ്ഞ പെരുന്നാളിന് മുസ്ലിം സമുദായത്തിന് എത്ര ദിവസമാണ് അവധി കിട്ടിയത്? മുസ്ലിം സമുദായത്തിന് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും നേതാക്കന്മാര് ആവശ്യപ്പെട്ടില്ലേ അവധി കൊടുക്കണം? ഇടതുപക്ഷ സർക്കാർ അവധി കൊടുത്തോ? ഇടതുപക്ഷ സർക്കാർ അവധി കൊടുക്കാതിരുന്നപ്പോ പ്രതിപക്ഷം എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നാട്ടില് ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ഹർത്താൽ വരെ നടത്തുന്ന, വമ്പിച്ച സമരപരിപാടികൾ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ UDF എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ പോലീസ് 6 മുസ്ലിം യുവാക്കളെയാണ് ഏകപക്ഷീയമായി വെടിവെച്ചു വന്നത്. പോലീസിന് ഒരു ലാത്തി ചാർജ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന പ്രശ്നമായിരുന്നു അത്. മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വെടിവെച്ചു. തിരുവനന്തപുരം ജില്ലയിലെങ്കിലും ഒരു ഹർത്താൽ നടത്താൻ UDF തയ്യാറായോ? എന്തുകൊണ്ട് UDFന് 6 മുസ്ലിങ്ങളുടെ ജീവന് വിലയുണ്ടായില്ല? എന്തുകൊണ്ട് CPM കൂത്തുപറമ്പിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച 5 യുവാക്കളുടെ ആ 5 യുവാക്കളുടെ ധീര രക്തസാക്ഷിത്വം ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന CPMന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിലെ 6 യുവാക്കളുടെ ജീവന് വിലയില്ലാതെ പോയത്? ഇതാണ് ഞാൻ പറഞ്ഞത്. 2 കൂട്ടരും, 2 മുന്നണികളും ഈ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ, ആദിവാസികളെ, പിന്നാക്കക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റില്ല. നമ്മുടെ ഒരു വിഷയം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ 72% വരുന്ന ജനവിഭാഗം അധികാരത്തിൽ പങ്കാളിത്തം, ഉദ്യോഗത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ മുമ്പ് മുതൽ തന്നെ അനുവദിച്ചു വന്ന, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും തുടർന്നു വന്ന ഒരു ആനുകൂല്യമാണ് സംവരണം. സംവരണത്തില് ക്രീമി ലെയർ കൊണ്ടുവന്ന്, അതായത് നിശ്ചിത വരുമാനം പരിധി നിശ്ചയിച്ച് ആ വരുമാനത്തിന്റെ ആ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം സംവരണം നൽകുക എന്ന ഒരു നിലപാട് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ വന്നു. അങ്ങനെ സംവരണത്തിൽ വെള്ളം ചേർത്തു. കേരളത്തിലാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ KSSR റൂൾസിൽ, അതുപോലെ നമ്മുടെ നിയമന ചട്ടങ്ങളിലൊക്കെയുള്ള ചില പഴുതുകൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാർ വമ്പിച്ച തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട
തസ്തികകൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇതിനെതിരെ പിന്നാക്ക ജനവിഭാഗങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് മുസ്ലിങ്ങളടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വിധി ഉണ്ടായത്. നിയമനങ്ങളിൽ 50-50 50:50 എന്ന അനുപാതം പാലിക്കണം. ഒരാളെ മെറിറ്റിലൂടെ ഒരാളെ നിയമിക്കുമ്പോൾ ഒരാളെ തൊട്ടടുത്ത ഒരാളെ സംവരണത്തിലൂടെ നിയമിക്കണം. മെറിറ്റിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗത്തിൽ അവസരം ലഭിക്കാൻ അർഹതയുള്ള പിന്നാക്കക്കാരനെ സംവരണ കോട്ടയിലേക്ക് മാറ്റരുത്. ഇത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്. ഈ 50-50 എന്ന ആ ഹൈക്കോടതിയുടെ നിലപാട്, അതിനെതിരെ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഇതാ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണെന്ന് അവകാശപ്പെട്ട് നമ്മളുടെ മുമ്പിൽ വോട്ട് ചോദിക്കാൻ വരുന്നവരോട് നിങ്ങൾ ചോദിക്കണം. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്ന CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അതിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? PSC ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഒരു മാസം തന്ത്രപൂർവമായ മൗനം അവലംബിച്ചു. ഈ ഒരു മാസം ഇതേ ഒരു ഉദാസീനമായ സമീപനവുമായിട്ട് ഒരു നിലപാടും അറിയിക്കാതെ, ഇതിനെതിരെ അപ്പീലിൽ പോകരുത് എന്ന നിലപാടെടുക്കാതെ സർക്കാർ മുമ്പോട്ട് പോയി. പിന്നെ PSC കൂടിയിട്ട് PSC സ്വന്തം തീരുമാനം എടുത്തു, അപ്പീലിൽ പോവുക, സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോവുക. സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോകാൻ PSCക്ക് ആ രീതിയിൽ തീരുമാനമെടുക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് NSSുമായുള്ള CPMന്റെ രഹസ്യ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല എന്ന് CPM വിശദീകരിക്കട്ടെ. 72% വരുന്ന കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ താല്പര്യത്തെ കേവലം 12-14% മാത്രം വരുന്ന നായർ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ NSSന്റെ ചില വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ച പ്രസ്ഥാനമാണ് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്. എന്നാൽ UDF ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോകാൻ തീരുമാനമെടുത്ത PSCയുടെ ആ യോഗത്തില് കോൺഗ്രസുകാരായ 8 ആളുകളുണ്ട്. ഈ കോൺഗ്രസുകാരായ 8 ആളുകളും ഈ അപ്പീലിൽ പോകാനുള്ള തീരുമാനത്തിന് അനുകൂലമായി ഒപ്പിട്ടവരാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയെയാണ് ഞങ്ങളിതാ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി വെച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെട്ട് നമ്മോട് വോട്ട് ചോദിച്ചു വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ആദ്യമായി ഇതിന് മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം സുഹൃത്തുക്കളെ. നമ്മള് സാമാന്യ ബുദ്ധിയുള്ളവരാണെങ്കിൽ, മനസാക്ഷിയുള്ളവരാണെങ്കിൽ നമ്മുടെ അവകാശങ്ങളെ, നമ്മുടെ അവകാശ ബോധത്തെ ഒരാളുടെയും മുമ്പിൽ അടിയറ വെക്കാതിരിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. ഞാൻ അധികം പറയുന്നില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം പ്രശ്നങ്ങളിൽ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ, തെരുവിൽ സംസാരിക്കാൻ, നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും സംസാരിക്കാൻ നട്ടലുള്ള ഒരു പാർട്ടി ഇനി SDPI മാത്രമേ ഉണ്ടാകൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റാരും പറയുന്നില്ല. ആരെങ്കിലും കട്ടുമുടിച്ച് ഭരണത്തിന്റെ ഹുങ്കിൽ അധികാരം പങ്കുവച്ച് ഈ അധികാരത്തിലിരിക്കുന്ന കാലത്ത് മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് നമ്മുടെ പൊതു ഖജനാവിനെ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികളാണ് കേരളത്തിലും കേന്ദ്രത്തിലും ഇന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും വലത് ഇടത് മുന്നണികൾ ഒരുതരം അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോഴുള്ളത്. 5 വർഷം ഞങ്ങൾക്ക്, 5 വർഷം നിങ്ങൾക്ക്. അപ്പൊ 5 വർഷം ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് 5 വർഷം ഒരു കൂട്ടര് ഭരിക്കുമ്പോ മറ്റേ കൂട്ടര് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെറിയ ചെറിയ സമരങ്ങളൊക്കെ നടത്തും എന്നതിനപ്പുറം ആത്മാർത്ഥമായി ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ തയ്യാറല്ല. കാരണം അടുത്ത 5 വർഷം ഞങ്ങൾ ഭരിക്കുമ്പോ ഇവരിൽ നിന്ന് ശല്യമുണ്ടാകാതിരിക്കണമെങ്കിൽ